ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലിൽ പറയുന്നത്. വീണ്ടും ഇതുമായിട്ട് ഞാൻ മുന്നിൽ വരാനുള്ള കാരണം, മഴ തുടങ്ങി നല്ല മഴ പെയ്യേണ്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഭവിഷ്യത്തുകൾ, ദുരന്തങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെ വരാനുണ്ട്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്, അതൊരു വൈബായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് മഴ പെയ്യുക അല്ലെങ്കിൽ മഴക്കാലമായി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിൽ പേടിയാണ്. കാരണം അത്രത്തോളം പ്രശ്നങ്ങളും ദുരന്തങ്ങളാണ് ഒരു മഴ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഞാൻ മഴ പെയ്യണ്ട അല്ലെങ്കിൽ മഴ പെയ്യരുത് എന്നൊന്നല്ല പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഓരോ വർഷങ്ങളിലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ എത്ര ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ടോ. ഇപ്പോഴും കണ്ടെത്താത്ത ഒരുപാട് ശരീരങ്ങൾ, മൃതദേഹം മണ്ണിനടിയിലാണ്. ഇങ്ങനെ വർഷാവർഷം ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതും അതിജീവിക്കും, ഇതും നമ്മൾ വീണ്ടും അതിജീവിക്കും എന്ന് പറഞ്ഞ ചാനലുകളിൽ അല്ലെങ്കിൽ ന്യൂസുകളിലൊക്കെ വന്ന് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പൊ ലാസ്റ്റായി പറയുന്നത്, അധികം നീട്ടിപ്പറ്റി പറയല്ല, ഇനിയെങ്കിലും ഒരു ദുരന്തം വരാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു ദുരന്തം വന്നിട്ട് അത് നമ്മൾ അതിജീവിച്ച് എന്ന് പറയുന്നതിന് പകരം ആ ദുരന്തത്തിൽ പെടുന്നവരെ രക്ഷിക്കാൻ നമ്മുടെ അടുത്ത് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് അതിൽ മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആരെയും പരോക്ഷമായിട്ട് വിമർശിക്കാനോ മറ്റൊന്നല്ല നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ദയനീയമായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉണർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ വരുന്നത്. ഇനിയും ഒരു ദുരന്തം നമ്മുടെ കാതുകളിൽ കേൾക്കാതിരിക്കട്ടെ, നമ്മൾ അറിയാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും സമയമുണ്ട്. ഇനിയെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് എന്ന് കൂടി ഉണർത്തിക്കൊണ്ട് കൺക്ലൂഷൻ ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.